മ്യൂസിക്. കേരളത്തെ തീ പിടിപ്പിക്കുന്ന പച്ചവർഗീയത അഴിച്ചുവിട്ടിരിക്കുന്നത് CPM ആണ്. അതിന് പിന്നിൽ ശ്രീമതി KK ശൈലജയാണ് എന്ന് കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവരെ പരാജയപ്പെടുത്തിയ വടകരയിലെ ജനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഞാൻ അഭിവാദ്യവും ഒരു സല്യൂട്ടും കൊടുക്കുവാനായിട്ട് മുതലെടുക്കണേണ് സജി. എന്തുകൊണ്ടാണ് ശ്രീമതി KK ശൈലജ ഈ വിഷയത്തിനകത്ത് പ്രതികർക്കാത്തത്? ഞാനൊരു കാര്യം, അത് ശരിയാ. ഏറ്റവും അധികം ജെന്യുവിനിറ്റി ഇല്ലാത്ത നേതാക്കന്മാരിൽ ഒരാൾ ശ്രീമതി KK ശൈലജയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. അപ്പൊ അവർക്ക് PR ഏജൻസികളും മാധ്യമങ്ങളും എല്ലാം ചാർത്തി കൊടുത്തിരിക്കുന്ന കരുതൽ അത് സ്വയംഭൂവായിട്ടുള്ള കരുതലാണ്. അവർ എന്നെ തേജോവധം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്തൊരു നീചനാണ്. അവർക്കിനോട് മാത്രമേ ഉള്ളൂ. ഒരു സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ശ്രീമതി KK ശൈലജ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ. ഇന്ന് പോലും ശ്രീമതി KK ശൈലജ KK ലതിക തല്ലി പറഞ്ഞിരിക്കുന്നു. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരിക്കുന്ന KK ലതികയെ ചെളി തന്റെ ശരീരത്തിലേക്ക് പതിയേണ്ട ചെളി മുഴുവൻ KK ലതികയുടെ ശരീരത്തിലേക്ക് തള്ളിവിട്ടു. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ലതികയോട് ഞാൻ ചോദിച്ചു എന്തിനാണത് ഷെയർ ചെയ്തത്. അല്ല, ഉപദേശവും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജന അറിയണ്ടേ? അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു. അത് നമുക്കെല്ലാം അറിയൂ. ഞാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ശ്രീമതി KK ലതിക കുറ്റക്കാരിയാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മാധ്യമങ്ങളിലൂടെ തനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, കാരണം ഈ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ്. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ KK ശൈലജ അവരുടെ പറ്റി ഒരു വ്യാജമായ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ 2 പത്രസമ്മേളനങ്ങൾ വ്യത്യാസം പറയുന്നത്. ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ദേശാഭിമാനി ഇറക്കിയല്ലോ ആ വീഡിയോ നിർമ്മിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണെന്ന് എന്ത് പറ്റിയടാ? ഞാൻ ആ ദേശാഭിമാനിയുടെ മാധ്യമപ്രവർത്തനോട് ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിച്ചാൽ മതി. ഇനി നീ എങ്ങാനും നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് സ്വർണം നഷ്ടപ്പെട്ടു. നീ ഒളിമ്പിക്സിനകത്ത് നമ്മളെയാണല്ലോ മച്ചമ്പി മോണോ ആക്ട് മത്സരത്തിലെ ഏറ്റവും മോശം പെർഫോമൻസിന് സ്വർണം കിട്ടിയിരുന്നെങ്കിൽ ശ്രീ A റഹീം എന്ന് പറയുന്ന DYFIയുടെ അഖിലേന്ത്യാ നേതാവിന് വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്.